ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയെന്നുള്ള വിവരം വക്കീൽ വിളിപ്പിച്ച് പറഞ്ഞ സന്തോഷത്തിലായിരുന്നു അവന്തിക. അവന്തികയുടെ അരികിലേക്ക് ആ വാർത്ത കേട്ട് എത്തിയ ലീലാവതി പറഞ്ഞു, കണ്ടോ മോളെ, മോള് ഈ കേസിൽ വിജയിച്ചില്ലേ? ഇതേ നമ്മുടെ, അതായത് എന്റെയും മോളുടെയും ഞങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നതിന്റെ ഐശ്വര്യമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിജയം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതിന് ഞാനൊരു പ്രത്യേക സമ്മാനം അമ്മായിക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലീലാവതി മനസ്സിൽ പറഞ്ഞു, നിനക്ക് വേണ്ടിയുമുള്ള സമ്മാനം ഞങ്ങൾ ഒരുക്കുന്നുണ്ടടി, അത് അണിയറയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുക എന്ന് അവന്തികയെ നോക്കിക്കൊണ്ട് ലീലാവതി മനസ്സിലങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും അവിടേക്ക് കാഞ്ചന എത്തി. കാഞ്ചന ഫയൽ നീട്ടി അവന്തികയോട് പറഞ്ഞു, ചേച്ചി ഇതെല്ലാം ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പാസ്വേഡ് കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ സിസ്റ്റത്തിൽ നോക്കി ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞപ്പോ കാഞ്ചനയോട് അവന്തിക പറഞ്ഞു, തൽക്കാലം അത് വേണ്ട, നീ അതിങ്ങനെ തന്നാ മതി, ഞാൻ പോയി ചെയ്തോളാം എന്ന് പറഞ്ഞ് ഫയലും വാങ്ങിച്ചുകൊണ്ട് അവന്തിക അവിടെ നിന്ന് നേരെ തന്റെ മുറിയിലേക്ക് പോയി. ഈ സമയം ലീലാവതി കാഞ്ചനയോട് പറഞ്ഞു, മോളെ, അവള് ഇപ്പോ മോളെ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നീക്കത്തിൽ ഇതുവരെ സംശയമൊന്നും തോന്നിയിട്ടില്ല. അല്ല മോളെ, എന്നാലും പൂർണ്ണമായും നിന്റെ മേൽ വിശ്വാസമായിട്ടില്ല. കണ്ടില്ലേ ഇപ്പോ ആ ഫയൽ എടുക്കാതെ പോയത്, ഫയല് മോളുടെ കയ്യിൽ തരാതെ പോയത് എന്ന് പറഞ്ഞപ്പോ ഉടനെ ലീലാവതിയോട് കാഞ്ചന പറഞ്ഞു, അതൊക്കെ പതിയെ പതിയെ ഞാൻ റെഡിയാക്കി എടുത്തോളാം അമ്മേ, ഇതൊക്കെ വെറും ടെസ്റ്റ് ഡോസ് അല്ലേ എന്ന് കാഞ്ചന അറിയിച്ചു. അപ്പോഴേക്കും ലീലാവതി പറഞ്ഞു, അതെ, എനിക്കിപ്പോ അതിലല്ല മോളെ ഒരു സംശയം. ആ കൊച്ചുണ്ടല്ലോ, അത് ഇവളുടെ സ്വന്തം കൊച്ചാണോ എന്നാണ് ഇപ്പൊ എൻ്റെ ഒരു സംശയം. കാരണമേ, ആ കൊച്ചിനോട് അവള് കാണിക്കുന്ന സ്നേഹം, ഇനി അവൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു പ്രേമബന്ധം ഉണ്ടായിട്ട് അതിലുണ്ടായ കൊച്ചിനെ അവൾ സ്വന്തം കുഞ്ഞായി ദത്തെടുത്ത് വളർത്തുന്നതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത്രത്തോളം അടുപ്പമാണ് അവളും ആ കുഞ്ഞും തമ്മില് എന്ന് ലീലാവതി കാഞ്ചനയോട് സംശയം പ്രകടിപ്പിച്ചു. കാഞ്ചനയും അതെല്ലാം കേട്ട് ആകെ സംശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന രാജീവിന്റെ അരികിലെത്തി സച്ചിയേട്ടന്റെ അരികിലേക്ക് മടങ്ങി പോകുന്നതിനെ കുറിച്ച് ആശങ്കയോടെ സംസാരിച്ചു. ഇപ്പോ ആ കേസിന് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വന്നിരിക്കുകയാണ്. ഇനിയും കേസ് മുന്നോട്ട് നീങ്ങി പോവോ രാജീവേ? ഇനിയും സച്ചിയേട്ടന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന് ആശങ്കയോടെ അർച്ചന ചോദിക്കുമ്പോൾ അത് കേട്ട് രാജീവ് പറഞ്ഞു, അങ്ങനെയൊന്നും വരില്ല. ഹൈക്കോടതി ഇപ്പോൾ തൽക്കാലം സ്റ്റേ ചെയ്തെന്നല്ലേ ഉള്ളൂ. എന്തായാലും അവിടെ ഹൈക്കോടതിയിൽ നിന്നുള്ള ഇനിയുള്ള നീക്കം സച്ചിക്ക് അനുകൂലമായി തന്നെയായിരിക്കും. അവിടുന്ന് സച്ചിക്ക് വിജയിക്കാൻ കഴിയും, അതിൽ യാതൊരു സംശയവും സമ്പ്രത്തേക്ക് തോന്നേണ്ടതില്ല എന്ന് രാജീവ് ഉറപ്പു നൽകി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ സച്ചിയുടെ അരികിലേക്ക് മടങ്ങി പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയും ഇതിങ്ങനെ തുടർന്നു പോയാൽ അധികം നാൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് അർച്ചന പറയുമ്പോൾ അത് കേട്ട് രാജീവ് പറഞ്ഞു, പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും അബദ്ധങ്ങൾ കാട്ടിയാൽ, എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനം എടുത്താൽ ചിലപ്പോൾ എനിക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അങ്ങനെ സഹായിച്ച് നിൽക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് കുറച്ച് ഇനി എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ എന്നോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണമെന്ന് രാജീവ് അർച്ചനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടേക്ക് ഗൂഗിൾ എത്തി. എന്താ രണ്ടുപേരും തമ്മിൽ കാര്യമായിട്ടുള്ള ചർച്ചയിലാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അരികിലേക്ക് എത്തി ഗൂഗിൾ പറഞ്ഞു, അതെ, അളിയൻ വീണ്ടും പണി ഒപ്പിച്ചല്ലേ, അവന്തിക്കെതിരെ പുതിയ നീക്കങ്ങൾ നടത്തി കഴിഞ്ഞു അല്ലേ, ഇതിന് പിന്നിലും അളിയൻ തന്നെയാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗൂഗിൾ കാര്യം അന്വേഷിച്ചപ്പോ രാജീവ് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല അളിയ, ഞാനൊന്നുമല്ല, ഞാൻ എപ്പോഴേ അവന്തികയുടെ കേസ് നേരത്തെ പൂട്ടിക്കെട്ടി വെച്ചല്ലോ എന്ന് പറഞ്ഞപ്പം വെറുതെ അല്ല, ഇപ്പോ അവന്തിക്കെതിരെയുള്ള ഹർജി കോടതി സ്വീകരിച്ചിട്ടുണ്ട്. താമസിയാതെ ഞാൻ തന്നെയായിരിക്കും അവന്തിക്കെതിരെയുള്ള കേസിൽ വാദിക്കാൻ എത്തുക എന്ന് ഗൂഗിൾ അറിയിക്കുമ്പോൾ ഇത് കേട്ടതോടെ ഗൂഗിളിന്റെ വാക്കുകൾ കേട്ട് രാജീവ് പറഞ്ഞു, അതെ, ഞാൻ അളിയന് വേണ്ടി റെഡിയാക്കിയെന്നല്ല, ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോ എനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അളിയന് നല്ലൊരു കോള് വരുന്നുണ്ട് എന്ന്. ഉടനെ അടുത്ത് നിന്ന് അർച്ചന ചോദിച്ചു, എന്താ ഗൂഗിളിനെ അവന്തിക്കെതിരെ വാദിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, സുഹൃത്തായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഗൂഗിളിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ന്യായം ആരുടെ ഭാഗത്താണോ ഞാൻ അവർക്കൊപ്പമാണ് നിൽക്കുക എന്ന് രാജീവ് ഗൂഗിൾ പറയുന്നതോടൊപ്പം അന്ന് അവന്തികയെ ചോദ്യം ചെയ്യാനായി ഗോകുൽ അവന്തികയുടെ അരികിലേക്ക് ചെന്നപ്പോൾ അർച്ചനയും സച്ചിയും തമ്മിലുള്ള ബന്ധവും അർച്ചനയുടെ ഹസ്ബൻഡാണ് സച്ചി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അന്ന് അവന്തികയോട് ഗോകുൽ തട്ടിക്കയറിയതും, എൻ്റെ ഭാര്യയായി ഇവിടെ നിൽക്കുന്ന അർച്ചന അത് അവന്തികയുടെ അനുജന്റെ ഭർത്താവിന്റെ അനുജന്റെ ഭാര്യയാണെന്നുള്ള കാര്യം നേരത്തെ അറിയാമായിരുന്നാലേ ഇവിടെ സമ്പൃതിക്ക് ഓർമ്മക്കുറവുണ്ട്, അല്ലെങ്കിൽ അർച്ചനയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാ കാര്യങ്ങളും അവന്തിക്ക് അറിയാമായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് അവന്തി ഇങ്ങനെ ഒരു നാടകം നടത്തിയത് എന്ന് ചോദിച്ച് അന്ന് ഗൂഗിൾ ചോദ്യം ചെയ്തതും അതിനുള്ള മറുപടിയായി അവന്തിക്ക് പറഞ്ഞ വാക്കുകളുമൊക്കെ ഗൂഗിൾ ഓർത്തു പോന്നു.
അതങ്ങനെ ഓർത്തിരിക്കുമ്പോഴേക്കും ഗോകുലിനോട് ആശങ്കയോടെ രാജീവ് ചോദിച്ചു, അല്ല ഇപ്പം എന്താ ഗോകുലിന്റെ അളിയന്റെ തീരുമാനം? അളിയൻ അവന്തികയ്ക്കെതിരെ നീങ്ങാൻ തയ്യാറല്ലേ? അവന്തികയ്ക്ക് അനുകൂലമായിട്ടാണോ ഇനി ഗോകുല് വാദിക്കാൻ ഉദ്ദേശിക്കുന്നത്? അളിയന്റെ നീക്കം അങ്ങനെയാണോ എന്നൊക്കെ രാജീവ് ചോദിച്ചപ്പോ ഗോകുല് പറഞ്ഞു, എന്തായാലും ഞാൻ ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കുകയുള്ളൂ. ഇതിന് തീർച്ചയായിട്ടും ഇതിൽ യഥാർത്ഥ കുറ്റവാളി ആരാണോ അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയുള്ള നീക്കങ്ങളായിരിക്കും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് ഗോകുൽ ഉറപ്പ് നൽകിയിട്ട് നേരെ മുറിയിലേക്ക് പോയി. അർച്ചന ആകെ ടെൻഷനോടെ രാജീവനെ നോക്കി. ഗോകുൽ മുറിയിലേക്ക് വന്ന് തന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും അവിടേക്ക് അർച്ചന വാതുക്കെ വന്ന് നിൽക്കുന്നത് ഗോകുൽ കണ്ടു. ഉടനെ എന്താടോ തനിക്കെന്ത് പറ്റി, എന്തോ ചോദിക്കാനുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അർച്ചന ചോദിച്ചു, അല്ല ഗോകുൽ, അവന്തിക ഗോകുലിന്റെ സുഹൃത്തല്ലേ, നമ്മുടെ ഫാമിലി ഫ്രണ്ട്. അതുകൊണ്ട് ഗോകുലിന് അവന്തിക്കെതിരെ വാദിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവന്തിക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്തിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതല്ലേ? ഇനി അതിലെന്തെങ്കിലും പ്രശ്നം ഗോകുലിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ടോ? എന്തേലും ബുദ്ധിമുട്ട്, ടെൻഷനോ എന്തെങ്കിലും ഗോകുലിനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗോകുല് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ സമൃദ്ധ, ഇത് നിയമത്തിന്റെ കാര്യമാണ്. നിയമവശമായിട്ട് ഞാൻ ഇന്ന് വരെ വാദിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കേസിൽ ന്യായം ആരുടെ ഭാഗത്താണോ അവർ വിജയിക്കത്തക്ക രീതിയിൽ മാത്രമേ ഞാൻ വാദിച്ചിട്ടുള്ളൂ. സത്യം ഏതാണോ അതിനൊപ്പം തന്നെ ഞാൻ നിന്നിട്ടുള്ളൂ. സത്യത്തിൽ നമ്മൾ മനുഷ്യർക്ക് സത്യം വളച്ചൊടിക്കാൻ കഴിയും. യഥാർത്ഥ സത്യം എന്താണോ അത് മറച്ചു പിടിച്ചിട്ട് ഒരുപക്ഷെ പോലീസും അതല്ല എങ്കിൽ മാധ്യമങ്ങളുമൊക്കെ ഓരോ കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സത്യം അത് എപ്പോഴും ഒരിടത്ത് മാറി നിൽക്കുന്നുണ്ടാവും. അത് എന്നാണെങ്കിലും ആ മറ നീക്കി അത് പുറത്തു വരികയും ചെയ്യും. അതുതന്നെയാണ് എല്ലാ കേസുകളിലും സംഭവിക്കാറുള്ളതെന്ന് ഗൂഗിൾ അർച്ചനയോട് അറിയിച്ചു. ഉടനെ അർച്ചന ചോദിച്ചു, ഗൂഗിൾ ഇനി അവന്തികയ്ക്കെതിരെ വാദിക്കാൻ ഗൂഗിളിന് വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഗൂഗിള് മനസ്സിൽ പറഞ്ഞു, അവന്തികയ്ക്കെതിരെ വാദിക്കുന്നതിലല്ല, മറിച്ച് തന്നെ എനിക്ക് നഷ്ടമാകുന്നതിലാണ് എൻ്റെ ടെൻഷൻ. താൻ എന്നേക്കുമായി എൻ്റെയും എൻ്റെ മോളുടെ അരികിൽ നിന്ന് സച്ചിക്കരികിലേക്ക് മടങ്ങിപ്പോയാൽ ആ നിമിഷത്തെക്കുറിച്ച് ഓർത്താണ് ഞാൻ ആശങ്കപ്പെടുന്നത്. അതാണ് എന്നെ തളർത്തി കളയുന്നത്. എൻ്റെ മോളെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നത് ഓർത്താണ് എൻ്റെ ടെൻഷൻ എന്നെല്ലാം ഗൂഗിൾ മനസ്സിലങ്ങനെ പറയുമ്പോൾ അർച്ചന ഗൂഗിളിനോട് പറഞ്ഞു, ഗൂഗിൾ, ഒരു കാര്യം ഞാൻ ഗൂഗിളിനോട് പറയാം. ന്യായം ആരുടെ ഭാഗത്താണോ അവർക്ക് വേണ്ടി മാത്രം ഗൂഗിൾ വാദിക്കുക. ഗൂഗിൾ ഇന്ന് വരെ എങ്ങനെയാണോ ജീവിച്ചിട്ടുള്ളത്, ഇന്ന് വരെ എങ്ങനെയാണോ ഓരോ കേസിനെയും നോക്കിക്കണ്ടിട്ടുള്ളത്, ആ രീതിയിൽ ഗൂഗിൾ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാനൊരു വക്കീലല്ലാത്തതുകൊണ്ടായിരിക്കാം, നിയമത്തെക്കുറിച്ച് കൂടുതൽ പരിജ്ഞാനം എനിക്കില്ലാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഇങ്ങനെയൊക്കെ തോന്നാനുണ്ട് ഇടയായത്. എന്തായാലും ഗൂഗിൾ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഗൂഗിൾ അർച്ചനയുടെ വാക്കുകൾ ഓർത്ത് കുറെ നേരം അർച്ചനയെക്കുറിച്ച് ആലോചിച്ച് അവിടെ ഇരുന്നു. അതിനുശേഷം നേരെ വൃന്ദാവനത്തിലേക്ക് മുറ്റത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുകയാണ്. ഓട്ടോയിൽ നിന്ന് സന്ദീപ് പുറത്തേക്ക് ഇറങ്ങിയത് അവിടെ മുറ്റത്ത് തുണി വിരിച്ചുകൊണ്ട് നിന്നിരുന്ന കമലമ്മയ്ക്ക് വലിയ സന്തോഷമായി. മോനെ സന്ദീപേ, നീ വന്നോ? ഞങ്ങൾ കുറെ നാളായി നിന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. എവിടെയായിരുന്നു മോനെ നീ എന്നൊക്കെ ചോദിച്ച് അരികിലേക്ക് ഓടി വന്ന കമലമ്മയോട് ദേഷ്യപ്പെടുകയാണ് സന്ദീപ്. ഓ, നിങ്ങളൊക്കെ എന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കാന്ന് വെറുതെ പറയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇല്ലാതിരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സൗകര്യമായി പോയല്ലോ. നിങ്ങള് മകളെ പല സ്ഥലങ്ങളിലും വിട്ട് നിങ്ങൾ കാശുണ്ടാക്കാനുള്ള നീക്കത്തിലല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ദേഷ്യത്തോടെ കമലമ്മ പറഞ്ഞു, ദേ, അനാവശ്യം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, നീ വേണ്ടാത്തൊന്നും വിളിച്ച് പറയണ്ട. ഇന്നേ വരെ നീതിക്കും ന്യായത്തിനും നിരക്കാത്ത ഒരു കാര്യവും ഈ വീട്ടിലുള്ളവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ സന്ദീപ് പറഞ്ഞു, ഓ, അതാണല്ലോ നിങ്ങളുടെ സച്ചി എന്ന് പറയുന്ന മകൻ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അല്ലെ. ഞാന് നിങ്ങളുടെ മകളെ വേണ്ടെന്ന് പറഞ്ഞു പോയത് കൊണ്ട് ഇപ്പോ നിങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമായല്ലോ. അവളെ ഹോട്ടലിൽ നിന്നും ജോലി സ്ഥലമൊന്നും ഒന്നും ഇല്ലാതെ എവിടെ വേണേലും വിട്ട് കാശുണ്ടാക്കാൻ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോ അനാവശ്യം പറയുന്നോടാ നീ എന്ന് ചോദിച്ച് കമലമ്മ സന്ദീപിന്റെ കഴുത്തിന് പിടിക്കാൻ ചെന്നത് സന്ദീപ് കമലമ്മയെ തള്ളിയിടുകയാണ്. കമലമ്മ ആ കാറിലേക്ക് ചെന്ന് കാറിൽ പിടിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ സന്ദീപ് പറഞ്ഞു, അതെ, നിങ്ങളുടെ ഇത്തരം വർത്താനങ്ങൾ കേട്ട് മുന്നിൽ ഓശാനിച്ച് മിണ്ടാതെ നിൽക്കുന്ന നിങ്ങളുടെ സച്ചിമോനല്ലേ ഈ ഞാൻ. എവിടെ അയാളെവിടെ, അയാളെ വിളിക്കേ എന്ന് പറഞ്ഞതും ഉടനെ സച്ചിയോട്, മോനെ നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് കമലമ്മ വീണ്ടും സ്നേഹത്തോടെ സന്ദീപിനോട് സംസാരിക്കുമ്പോൾ സച്ചി വാതുക്കലേക്ക് എത്തി. പറയട്ടമ്മേ, അവന് പറയാനുള്ളതൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ് സച്ചി വാതുക്കലേക്ക് ഇറങ്ങി വരുന്നു. ഉടനെ സച്ചി അരികിലേക്ക് വന്നതും സന്ദീപ് പറഞ്ഞു, ഓ, നിങ്ങൾ വലിയ നല്ലവൻ അല്ലേ. ഓ, ഒന്നും അറിയാത്ത ഒരു പാവത്താൻ. അതെ, തൻ്റെ ഈ പ്രവൃത്തികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം.
ഞാൻ വന്നതേ കേസ് വിജയിച്ചല്ലോ, എനിക്ക് വേണം എന്റെ ഷെയർ. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ അച്ഛന്റെ സ്വത്തിൽ എന്റെ അവകാശം എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, ഓ അത് ചോദിച്ചാണോ നീ ഇപ്പൊ ഇങ്ങെത്തിയത്? അത് ശരി, കേസിൽ ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് നീ അവന്തികയുടെ പക്ഷത്ത് നിൽക്കുകയായിരുന്നല്ലോ. അല്ല, ഇവിടെ കേസ് തോൽക്കണമെന്ന് നിന്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നല്ലോ. എന്നിട്ടിപ്പോ എവിടുന്ന് വന്നു ഇത്രയും അവകാശമൊക്കെ ചോദിച്ചുകൊണ്ട്? നിന്നോട് ഇങ്ങോട്ട് വരാൻ ആരാ ഈ പറഞ്ഞത്? മേലാൽ ഈ വീടിന്റെ പടി പോലും കടന്നു പോകരുത്. ഞങ്ങളെ ഇല്ലാതാക്കാനും ഈ കുടുംബത്തെ തകർക്കാനും മാത്രമായി, അതിനുവേണ്ടി മാത്രം സ്വപ്നം കണ്ടും അതിനായി മാത്രം തീരുമാനമെടുത്ത് നടക്കുന്നവനല്ലേ നീ? അങ്ങനെയുള്ള നിന്നോട് ഞങ്ങൾക്ക് ഇനി ഈ രീതിയിൽ പെരുമാറാനേ കഴിയൂ. ഇനി മേലാൽ നീ ഇവിടെ വന്നു പോകരുതെന്ന് പറഞ്ഞപ്പോ ഉടനെ സന്ദീപ് പറഞ്ഞു, ഓ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ ഈ കെട്ടുകഥയൊക്കെ ദാ ഈ നിൽക്കുന്ന ഇവരുടെയൊക്കെ മുന്നിൽ നടക്കും. എന്നാലേ എൻ്റെ അടുത്തേക്ക് വേണ്ട. നിങ്ങളെ ഇപ്പം ഭാര്യയെ നഷ്ടപ്പെട്ടു പോയ ഭാര്യയെ ഓർത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ കണ്ണി പൊടിയിട്ട് നടക്കുകയും എന്നിട്ട് ആ വക്കീലിന്റെ പിന്നാലെ കൂടിയിരിക്കുകയല്ലേ? ആരും അറിയാതെ അവളെയും കൊണ്ട് സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്ത് ആരും അറിയാതെ അവളെയും കൊണ്ടുപോയി കെട്ടി സുഖമായി ജീവിക്കാനല്ലേ തന്റെ പ്ലാൻ എന്ന് ചോദിച്ച് സന്ദീപ് ശശിക്ക് നേരെ തട്ടിക്കയറി. ഇതെല്ലാം കേട്ട് സഹിക്കാൻ കഴിയാതെ ശശി ഉടൻ തന്നെ സന്ദീപിന്റെ കൊർണത്തടിച്ചു. എന്നിട്ട് സന്ദീപ് പറഞ്ഞു, മേലാൽ ഇത്തരം വൃത്തികേടുകൾ വിളിച്ചു പറയാൻ ഇവിടേക്ക് വന്നു പോകരുത്. നിന്റെ ഈ വായിൽ കിടക്കുന്ന ഈ നാക്കുണ്ടല്ലോ, ഇപ്പൊ ഈ വൃത്തികേട് വിളിച്ചു പറഞ്ഞ നിന്റെ ഈ നാവ് അത് വലിച്ചൂരിയെടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഞാനത് ചെയ്യാത്തത് നീ എൻ്റെ അച്ഛനെ ജനിച്ച മകനായിപ്പോയി എന്നതുകൊണ്ട് മാത്രമാണ്. ആ ഒരേ ഒരു കാരണത്താൽ മാത്രം. എന്നാൽ ഇനിയും ഇത്തരം വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വന്നാൽ അങ്ങനെ ഒരു തിരിച്ചറിവോ അങ്ങനെ ഒരു കൺസെഷനോ നിനക്കുണ്ടായെന്ന് വരില്ല. ആ നിമിഷം ഞാൻ ഈ പറഞ്ഞത് തന്നെ സംഭവിച്ചിരിക്കും. ഇനിയും ഞാനിങ്ങനെ നിന്നോട് ക്ഷമിച്ചെന്ന് വരില്ല എന്ന് സച്ചി സന്ദീപിനോട് ദേഷ്യത്തോടു കൂടി പറയുന്നു. ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് കമലമ്മ ആകെ ഞെട്ടലോടെ നോക്കുമ്പോൾ സന്ദീപ് പറഞ്ഞു, എനിക്കറിയാവടോ തൻ്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ എങ്ങനെ തിരികെ എടുക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് കലിതുള്ളി സന്ദീപ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കമലമ്മയും സച്ചിയും ആകെ വേദനയോടെ സന്ദീപിന്റെ ഈ ദുരവസ്ഥയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടു നിന്നു. കമലമ്മ ആകെ തളർന്നു പോകുന്ന സച്ചിയെ നോക്കിയതും സച്ചി ഒന്നും മിണ്ടാതെ വേഗം വീടിനകത്തേക്ക് കയറി പോന്നു. അപ്പോഴാണ് അവന്തികയുടെ വീട്ടിലേക്ക് ആരോ എത്തിയെന്ന് ലീലാവതിക്ക് മനസ്സിലായത്. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അവന്തിക ലീലാവതി താഴേക്ക് ഇറങ്ങി വേഗം ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അർച്ചനയെ കണ്ടതോടെ ലീലാവതി പറഞ്ഞു, മോൾ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് അർച്ചനയെ അകത്തേക്ക് ക്ഷണിച്ചു. അർച്ചന അകത്തേക്ക് കയറി വന്നതും ചുറ്റുപാടും എല്ലാം ഒന്ന് നോക്കി. മൂർത്തി ഉണ്ടോ ഇവിടെ എന്ന് ചോദിച്ചതും ഇല്ല, ഓഫീസിലേക്ക് പോയി എന്ന് ലീലാവതി മറുപടി നൽകി. അവന്തിക മുകളിലുണ്ട് എന്ന് ലീലാവതി പറഞ്ഞതും മോൾ ഇവിടെ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, ഹേ വേണ്ട, ചായ ഇപ്പം എടുക്കണ്ട, എനിക്ക് അവന്തികയെ ഒന്ന് കാണണം, അതിനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് അർച്ചന അന്വേഷിച്ചപ്പോ മോളെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ എല്ലാം നടക്കുന്നുണ്ട് എന്ന് ലീലാവതി ഉറപ്പ് നൽകി. ശരിയെന്ന് പറഞ്ഞ് അർച്ചന അവന്തികയെ കാണുവാനേ വേഗം മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരാളുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവന്തിക. അത് അയാൾ സംസാരിച്ചിരുന്നത് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് തനിക്ക് കാണണമെന്നും അതിനുശേഷം അവിടെ ഇപ്പോഴുള്ള ആ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തനിക്ക് ആ പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നതായിരുന്നു അവന്തികയുടെ പക്ഷം. അവന്തിക അയാളോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അയാൾ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് താനിപ്പോൾ വിളിച്ചതെന്നുള്ള മറുപടി അയാൾ നൽകി. ഓ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും അടുത്ത ദിവസം തന്നെ ഒരു മീറ്റിംഗ് വെക്കാം, അപ്പോൾ മീറ്റ് ചെയ്യാം, പിന്നീട് ബാക്കി കാര്യങ്ങൾ നമുക്ക് മുറ പോലെ നടത്താമെന്ന് അവന്തിക ഉറപ്പ് നൽകി ഫോൺ വെച്ചു. അപ്പോഴേക്കും അർച്ചന മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. കൺഗ്രാറ്റ്സ് അവന്തിക എന്ന് പറഞ്ഞപ്പോഴേക്കും അവന്തിക അർച്ചനയെ അതിശയപ്പെട്ട് നോക്കി. ഉടനെ അർച്ചനയോട് അതിശയത്തോടെ അവന്തിക നോക്കുന്നത് കണ്ട് അർച്ചന പറഞ്ഞു, അല്ല കേസ് തോറ്റുപോയ കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തല്ലോ, അങ്ങനെ ആ വിധി സ്റ്റേ ചെയ്തില്ലേ? സിവിൽ കോടതിയിലൊക്കെ വിധി സ്റ്റേ ചെയ്തതിനുള്ള കൺഗ്രാറ്റുലേഷനാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ന്യായം മാത്രമേ വിജയിക്കൂ എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറഞ്ഞു, ന്യായമാണേലും അന്യായമാണെങ്കിലും ഇത്
എൻ്റെ എൻ്റെ ജീവിതമാണ്. ഇത് എൻ്റെ ജീവൻ മരണ പോരാട്ടമാണ്. അത് എനിക്ക് വിജയിച്ചേ പറ്റൂ എന്ന് അവന്തിക അർച്ചനയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും അർച്ചന ചോദിച്ചു, അല്ല ഇപ്പം മറ്റെന്തോ ഒരു സന്തോഷ വാർത്ത എന്തോ നടക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ അല്ലേ ഇപ്പൊ ഫോണിൽ സംസാരിച്ച് കേട്ടതെന്ന് അർച്ചന ചോദിച്ചു. ഉടനെ അവന്തിക പറഞ്ഞു, അതൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ കുറിച്ചായിരുന്നു. ഞാനേ ഒരു ഹോസ്പിറ്റലില് അത് രണ്ടുപേർ തമ്മിലുള്ള ഷെയർ ആയിരുന്നു. അതിലൊരാൾക്ക് അതിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താല്പര്യമില്ല. അപ്പോ അടുത്തയാള് പിന്നെ അത് മുന്നോട്ട് തനിച്ച് കൊണ്ടുപോകാൻ തന്നെ കൊണ്ട് പറ്റില്ല എന്നും അയാൾ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവരത് വിൽക്കാൻ വേണ്ടി നിൽക്കുക. ഇപ്പോ ഞാൻ നോക്കിയപ്പോ ഇപ്പോ ഒരു ഹോസ്പിറ്റൽ വാങ്ങിച്ചിരുന്നത് എന്തുകൊണ്ടും നല്ലതാ. വലിയ റേറ്റ് ഇല്ലാതെ ആ ഹോസ്പിറ്റൽ കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ വാങ്ങിച്ചിരുവാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മോൾക്ക് ചിപ്പി മോള് പഠിച്ചൊരു ഡോക്ടറായി കഴിയുമ്പോൾ അവൾക്ക് സ്വന്തം ഹോസ്പിറ്റലിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാമല്ലോ. മറ്റാരുടെയും കീഴിൽ എൻ്റെ മോള് ജോലി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സ്വന്തമായ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ അവൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അവളുടെ ഹോസ്പിറ്റൽ അവൾക്ക് നോക്കി നടത്തുകയും ചെയ്യാമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അവന്തിക അറിയിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, എന്തായാലും നന്നായി എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അയാൾ വീണ്ടും വിളിച്ചു. എന്നാ മെയിൽ അയച്ചിട്ടുണ്ടോ എന്ന് അവന്തിക ചോദിച്ചപ്പോഴേക്കും ഇപ്പൊ തന്നെ അയച്ചിട്ടുണ്ടെന്ന് അയാൾ മറുപടി നൽകി. എന്നാ ശരി, ഉടൻ തന്നെ ഞാൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവന്തിക തന്റെ ലാപ്ടോപ്പ് തുറന്ന് അതിലെ അയാൾ അയച്ച മെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവന്തികയുടെ പാസ്വേഡ് എന്താണ് എന്നുള്ളത് അർച്ചന ഈ നിമിഷം കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ വേഗം പിന്നിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവന്തിക ആ കീബോർഡിൽ ലാപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് അർച്ചന തന്റെ മൊബൈലിൽ അത് വീഡിയോ ആയിട്ട് എടുക്കുന്നു. അങ്ങനെ അവന്തികയുടെ പാസ്വേഡ് അവന്തികയെ അറിയാതെ തന്നെ അർച്ചന കൈക്കലാക്കി. ഉടനെ അവന്തിക മെയിൽ ചെക്ക് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ അർച്ചനയോട് പറഞ്ഞു, അർച്ചന സമൃദ്ധ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞതും അർച്ചന ഒന്നും അറിയാത്ത പോലെ നേരെ അരികിൽ ചെന്നിരുന്നു. ഇതാണ് ആ ഹോസ്പിറ്റല് എന്ന് പറഞ്ഞ് ആ ഫോട്ടോസ് അവന്തിക കാണിച്ചു കൊടുത്തു. ഉടനെ അർച്ചന നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, വലിയ ഹോസ്പിറ്റലാണല്ലോ എന്ന് പറഞ്ഞപ്പം അതെ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ ഇത് വിൽക്കാൻ തീരുമാനിച്ചതെന്ന് അവന്തിക അറിയിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, എന്തായാലും കൊള്ളാം, നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് ഇത്ര നേരത്തെ മോള് പഠിക്കുന്നല്ലേ ഉള്ളൂ, മോള് പഠിച്ച് ഒരു ഡോക്ടർ ആയതിനു ശേഷം എന്ന് ചിന്തിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചിന്താഗതി. കാരണം അവർ പഠിച്ച് ഒരു വലിയ ഡോക്ടറായി വന്നു കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റൽ എന്നതിനേക്കാൾ ഉപരി ഇപ്പം അവർക്ക് വേണ്ടി നമ്മൾ അത് കരുതി വെക്കുകയാണെങ്കിൽ പിന്നീട് അവർ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അതിലേക്ക് അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ആ സ്ഥാപനത്തിലേക്ക് തന്നെ എത്തുമല്ലോ. അതാണ് ഞാൻ ചിന്തിച്ചത്. മാത്രമല്ല ഇപ്പോ അത് നമ്മുടേതാക്കി മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനം തന്നെയാണ് എന്ന് അവന്തിക അറിയിച്ചു. പിന്നീട് അത് ചിലപ്പോൾ സാധിച്ചില്ല എങ്കിലോ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ശരി, എന്തായാലും നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം തീരുമാനിച്ചിറങ്ങിയതാണ്. അത് നടപ്പിലായി. അവന്തികയോട് ഒരു കൺഗ്രാജുലേഷൻ അറിയിക്കണമായിരുന്നു. ഈ ഇപ്പോ കേസിന് സ്റ്റേ വിധി വന്നത് അത് പറയാനായിട്ടാണ് ഞാൻ എത്തിയത്. ഇപ്പോ എൻ്റെ ആഗ്രഹം പൂർത്തിയായി. ഇനിയിപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, വീട്ടിൽ ചെന്നിട്ട് കുറച്ച് അധികം ജോലി ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അർച്ചന യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം. അതിനുശേഷം സച്ചി കാറ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കമലമ്മ എത്തിയിട്ട് പറഞ്ഞു, എടാ മോനെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. ആരതി മോളുമായിട്ടുള്ള നിന്റെ ഈ കൂട്ടുകെട്ട് അത് ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് ഒരു കുടുംബമായി മുന്നോട്ട് നീങ്ങിയാൽ അതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് വേറെ ഇല്ല എന്നൊക്കെ കമലമ്മ പറഞ്ഞു. ഇത് കേട്ട് എന്ന് സച്ചി പറഞ്ഞു, അമ്മേ, നിങ്ങൾ എല്ലാവരും എന്നെയും വക്കീലിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തീരുമാനം എന്താണെന്ന്, ഇനി അതിൽ മാറ്റമൊന്നുമില്ല എന്ന് സച്ചി പറയുമ്പോൾ കമലമ്മ പറഞ്ഞു, എടാ മോനെ, നീ ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. സത്യത്തിൽ നിനക്കൊരു ജീവിതം ഇല്ലാതെ എൻ്റെ മോളെ കുറിച്ച് ഓർത്ത് നീ ഇങ്ങനെ നിന്റെ ജീവിതം തകർക്കുന്നത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ഞാനാ. സത്യത്തിൽ എൻ്റെ മോള് നിന്നെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവൾക്ക് ജീവനായിരുന്നു നീ, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഇപ്പോ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കണ്ട് എൻ്റെ മോളുടെ ആത്മാവായിരിക്കും ഇപ്പോൾ സങ്കടപ്പെടുക. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു എന്നറിയുമ്പോൾ അതിൽ പര സന്തോഷം ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ മോളുടെ ആത്മാവിനെങ്കിലും ഒരു ശാന്തി സമാധാനവും കിട്ടാനേ, അവളുടെ ആത്മാവെങ്കിലും ശാന്തി കിട്ടാതെ ഇങ്ങനെ അലയാതിരിക്കാൻ, അതുകൊണ്ട് എങ്കിലും
നീ ഈ പറയുന്ന കാര്യം ഒന്ന് കേൾക്കെന്റെ മോനെ എന്ന് സച്ചിയോട് കമലം ആവശ്യപ്പെട്ടു. ഉടനെ സച്ചി പറഞ്ഞു, അമ്മേ ഞാൻ അമ്മയോട് ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? അമ്മേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അർച്ചനയെ മറന്നിട്ട് എനിക്കൊരു ജീവിതമില്ല. അമ്മേ, അമ്മ കരുതുന്നത് പോലെ എൻ്റെ അർച്ചന മരിച്ചിട്ടില്ല. അർച്ചന ജീവനോടെയുണ്ട്, എൻ്റെ കൺമുന്നിലുണ്ട്. ഞാൻ അവളെ കണ്ടു എന്ന് സച്ചി പറഞ്ഞു. അത് കേട്ടതും കമലമ്മയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലായി. കമലമ്മ ആകെ ഞെട്ടിത്തെറിച്ച് സച്ചിയെ നോക്കി. മോനെ, നീ വെറുതെ എന്നെ പറ്റിക്കാനായിട്ട് പറയണ്ട. നീ വെറുതെ അമ്മയെ ഇങ്ങനെ കബളിപ്പിക്കണ്ട. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അമ്മേ ഞാൻ പറയുന്നത് സത്യമാ, ഞാൻ കണ്ടു, ഞാൻ അർച്ചനയെ കണ്ടു, അവളെ നേരിൽ കണ്ടിട്ടാ ഞാൻ വന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും കമലമ്മ വല്ലാത്ത ഞെട്ടലോടെ ശശിയെ നോക്കുകയാണ്. മോനെ, നീ എവിടെ വെച്ചാ അവളെ കണ്ടത് എന്ന് അതിശയപ്പെട്ട് ചോദിക്കുമ്പോൾ, അമ്മേ കുറച്ച് സമയം കൂടി മതി, ഞാൻ എൻ്റെ അർച്ചനയും മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരും. അമ്മേ, ഉടൻ തന്നെ അവരിവിടേക്ക് വരും എന്ന് ശശി കമലമ്മയ്ക്ക് വാക്ക് നൽകി. സച്ചി അങ്ങനെ ഒരു ഉറപ്പ് പറയുന്നത് കേട്ടതും കമലമ്മ ആകെ ഞെട്ടലോടെ സച്ചിയുടെ ഷർട്ടിന് കയറി പിടിച്ചു. സത്യം പറ, എവിടെയാ എൻ്റെ മോള്, എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ച് സച്ചിയോട് കമലമ്മ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. സച്ചി അവസാനം സത്യം പറയാൻ നിർബന്ധിതനാവുകയാണ്. അവളെ എന്നിട്ട് നീ എന്താ കൂട്ടിക്കൊണ്ടു വരാത്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചി ഇപ്പോഴത്തെ അർച്ചനയുടെ അവസ്ഥയെക്കുറിച്ച് കമലമ്മയോട് വിശദീകരിക്കണം. എല്ലാ സത്യങ്ങളും നമുക്കറിയാമെങ്കിലും അർച്ചനയ്ക്ക് ഇപ്പോ നമ്മളെക്കുറിച്ചുള്ള യാതൊരു ഓർമ്മയും അർച്ചനയുടെ മനസ്സിൽ ഇപ്പോഴില്ലമ്മേ. അർച്ചന എല്ലാം മറന്നു പോയിരിക്കുന്നു. ഈ 10 വർഷക്കാലം അർച്ചന മറ്റൊരാളുടെ ഭാര്യയായിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർച്ചന മറ്റൊരു വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. ആ അർച്ചനയെ ഉടനെ നമുക്ക് ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ല. അർച്ചനയുടെ ഓർമ്മകൾ അർച്ചനയ്ക്ക് തിരികെ കിട്ടണം. അർച്ചന ആ ഓർമ്മകൾ വീണ്ടെടുത്ത് കഴിയുമ്പോൾ അർച്ചനയെ ഞാൻ തന്നെ ഇവിടേക്ക് കൊണ്ടുവരും അമ്മേ. അമ്മ അതുവരെ അത്രയും നാളത്തേക്ക് അമ്മ എനിക്ക് അത്രയും സമയം എനിക്കൊന്ന് താ. ഉടൻ തന്നെ ഞാൻ അർച്ചനയെ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരാം. അർച്ചനയെയും നമ്മുടെ മോളെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാമെന്ന് സച്ചി ഉറപ്പ് നൽകുമ്പോൾ ഓർമ്മകൾ നഷ്ടപ്പെട്ട് മറ്റൊരാളായി ജീവിക്കുന്ന തന്റെ മോളുടെ ദുരവസ്ഥയെക്കുറിച്ച് ഓർത്ത് ആ അമ്മ വാവിട്ട് നിലവിളിക്കുന്നു.